UK ഇന്നത്തെ വാർത്താവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. പുതിയ ജലസംഭരണികൾ നിർമ്മിച്ചില്ലെങ്കിൽ UK അടുത്ത 10 വർഷത്തിനുള്ളിൽ കടുത്ത കുടിവെള്ളക്ഷാമം വരുമെന്ന് ജലമന്ത്രി എമ്മി ഹാഡ്വി പറഞ്ഞു. പ്രാദേശിക എതിർപ്പുകൾ നേരിടുന്ന ലിങ്കൺഷെയറിലെയും കേംബ്രിഡ്ജ്ഷെയറിലെയും 2 പുതിയ ജലസംഭരണ പദ്ധതികൾക്കായിട്ടുള്ള പ്ലാനിംഗ് പ്രക്രിയ എത്രയും വേഗത്തിലാക്കുമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് മന്ത്രി ഇപ്പോൾ ഈ മുന്നറിയിപ്പ് നൽകുന്നത്. വർദ്ധിച്ചുവരുന്ന താപനിലയും ജനസംഖ്യാ വർധനവും മൂലം ഗാർഹിക ജലോപയോഗം കുറയ്ക്കേണ്ടി വരുമെന്ന് ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേംബ്രിഡ്ജിലെ വാട്ടർ റിസർവോയർ 2036-ലും ലിങ്കൺഷെയറിലെ വാട്ടർ റിസർവോയർ 2040-ലുമാണ് ഇപ്പോൾ പൂർത്തിയാക്കാൻ പദ്ധതിയിടുന്നത്. 1992 ശേഷം ഇംഗ്ലണ്ടിൽ ഒരു പ്രധാന ജലസംഭരണിയുടെയും പ്രവർത്തനം പൂർത്തിയായിട്ടില്ല. 2050 9 ജലസംഭരണികൾ നിർമ്മിക്കാനുള്ള പദ്ധതി ഗവൺമെന്റും വാട്ടർ കമ്പനികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2031 പൂർത്തിയാകുമെന്ന് വിശ്വസിക്കുന്ന ഹാംപ്ഷയർ വാട്ടർ റിസർവോയർ പദ്ധതിക്ക് പുറമെയാണിത്. 2030 അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന കാർബൺ പ്രോഡക്ട്സിന്റെ അളവ് കുറയ്ക്കണമെന്ന ലക്ഷ്യത്തോടെ മുന്നേറുന്ന UK ഗവൺമെന്റ് 2 നിയന്ത്രണങ്ങളിൽ ഇളവ് കൊണ്ടുവന്നിരിക്കുകയാണെന്ന്. UK ഏകദേശം 14% ആഗോള താപനം വ്യാപിപ്പിക്കുന്ന വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് വീടുകളിൽ യൂസ് ചെയ്യുന്ന ഗ്യാസ് ബോയിലറുകളാണ്. ഗാർഹിക ഊർജ്ജ ബില്ലും ആഗോളതാപനം കുറയ്ക്കുന്നതിനും വേണ്ടി ഗവൺമെന്റ് ഇലക്ട്രിക് ഹീറ്റിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു നിബന്ധന മൂലം ഇതുവരെ ആളുകൾ ഇലക്ട്രിക് ഹീറ്റിംഗിലേക്ക് മാറാനായിട്ട് ടൈം എടുക്കുന്നതായിട്ട് ഗവൺമെന്റ് കണ്ടെത്തുകയുണ്ടായി. ഇലക്ട്രിക് ഹീറ്റിംഗ് ഇൻസ്റ്റാളേഷന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന ഹീറ്റിംഗ് പമ്പ് ഇൻസ്റ്റാളേഷന്റെ നിബന്ധനയാണ് ഗവൺമെന്റ് ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുന്നത്. ഇതുവരെ അപ്പുറത്തെ പ്രോപ്പർട്ടിയിൽ നിന്നും 1 മീറ്റർ അകലെ മാത്രമേ ഹീറ്റ് പമ്പ് സ്ഥാപിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ഇന്നു മുതൽ ഗവൺമെന്റ് ആ നിബന്ധന എടുത്തു കളഞ്ഞിരിക്കുകയാണ്. വളരെയധികം ടെറസ് ഹൗസുകളുള്ള ലണ്ടൻ, മാഞ്ചസ്റ്റർ പോലെയുള്ള നഗരങ്ങളിൽ ഈ നിബന്ധന മൂലം പലരും ഗ്യാസ് ബോയിലറുകൾ തന്നെയാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിബന്ധന എടുത്തു കളഞ്ഞതിലൂടെ ഏകദേശം 27% വരുന്ന ഇത്തരത്തിലുള്ള വീടുകൾ ഇലക്ട്രിക് ഹീറ്റിംഗിലേക്ക് മാറുമെന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. 3 ലക്ഷം കുടുംബങ്ങൾക്ക് ഊർജ്ജ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ബില്ലുകൾ കുറയ്ക്കുന്നതിനുമായി അപ്ഗ്രേഡുകൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഗവൺമെന്റിന്റെ വാം ഹൗസ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ മാറ്റം ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. 2030 പെട്രോൾ, ഡീസൽ വാഹനങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കി ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് തിരിയുമെന്ന് പ്രഖ്യാപിച്ച UK സർക്കാർ അതിനുവേണ്ടി കൂടുതൽ ഇലക്ട്രിക് വാഹന ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള നൂലാമാലകൾ ഒഴിവാക്കുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബിസിനസ്സുകൾക്ക് കൂടുതൽ ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കുന്നതിന് ഇനി മുതൽ പ്ലാനിംഗ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതില്ലെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു. ഈ വരുന്ന ജൂൺ 1 ഞായറാഴ്ച മുതൽ UK ഡിസ്പോസിബിൾ സിഗരറ്റ്സ് വിൽപ്പന നിരോധിച്ചിരിക്കുകയാണ്. ഡിസ്പോസിബിൾ സിഗരറ്റ് വിൽക്കുന്നതിനുള്ള നിരോധനം ഓൺലൈനുകളിലും കടകളിലും ഒരേപോലെ ബാധകമാണ്. ഒരു കൊല്ലത്തിനിടെ 400% വർധനമാണ് ഡിസ്പോസിബിൾ വേപ്പ് ഉപയോഗത്തിലുണ്ടായിരിക്കുന്നത്. NHSന്റെ പുതിയ കണക്കനുസരിച്ച് 11-നും 15-നും വയസ്സിൽ പ്രായമുള്ള 10 കുട്ടി എന്ന കണക്കിൽ വേപ്പ് സിഗരറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. സെക്കൻഡിൽ 13 എണ്ണം എന്ന കണക്കിൽ ആഴ്ചയിൽ 8 ലക്ഷത്തോളം ഡിസ്പോസിബിൾ വേപ്പ് സിഗരറ്റ്സ് ആണ് വലിച്ചെറിയപ്പെടുന്നത്. ഇതുമൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. തങ്ങളുടെ 20ാമത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയ ലിവർപൂൾ സിറ്റിയുടെ വിക്ടറി പരേഡിനുള്ളിലേക്ക് കാറോടിച്ചു കയറ്റിയ 53-കാരനായ പോൾ ഡോവലിനെതിരെ 7 കുറ്റങ്ങൾ മേഴ്സിസൈഡ് പോലീസ് ചുമത്തി. ഇന്ന് വെള്ളിയാഴ്ച ലിവർപൂൾ മജിസ്ട്രേറ്റ് കോടതിയിൽ പോൾ ഡോയലിനെ ഹാജരാക്കും. ടൈറ്റ് സെക്യൂരിറ്റിയാണ് മേഴ്സിസൈഡ് പോലീസും ഫുട്ബോൾ ക്ലബ്ബും ഒരുക്കിയിരുന്നതെങ്കിലും പരേഡിനിടെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ഒരു ആരാധകനെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി വന്ന ആംബുലൻസിന്റെ പുറകെ പിടിച്ചാണ് ഇയാൾ ആൾക്കൂട്ടത്തിലേക്ക് വണ്ടിയിടിച്ച് കയറ്റിയത്. ഈ അപകടത്തിൽ 79 പേർക്ക് പരിക്ക് പറ്റിയെന്നും ഇതിൽ 7 പേർ മാത്രമാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലുള്ളതെന്നും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ വർഷം UK വംശീയ കലാപം പുറപ്പെടുവിക്കാനിടയാക്കിയ ലിവർപൂൾ സംഭവത്തിന് ശേഷം നടന്ന ഈ ആക്രമണത്തിൽ അക്രമകാരി വൈറ്റ് ബ്രിട്ടീഷ് തന്നെയാണെന്ന് പോലീസ് ആദ്യമേ തന്നെ സ്ഥിരീകരിച്ച് പത്രസമ്മേളനം നടത്തുകയുണ്ടായി. വേഗം നടത്തിയ പത്രസമ്മേളനത്തിലൂടെ പ്രതിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് വ്യക്തമാക്കിയതോടെ അക്രമത്തിന് ശേഷം സെക്കൻഡുകൾക്കുള്ളിൽ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കള്ളങ്ങൾ പൊളിക്കാൻ പോലീസിനായി. Please help us help you and clear the parade route. Please help us help you and clear the parade route. Please help us help you clear the parade route. Please help us help you clear the parade route. Please help us help you clear the parade route.
parade route. കൂടുതൽ UK, യൂറോപ്പ്, അമേരിക്കൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.